അല്ല, എനിക്ക് ഈ കഥ ഭയങ്കര അടി. ഈ കഥാപാത്രം, ഈ സിനിമ കൊടുക്കുന്ന ഒരു മെസ്സേജ്, ഈ സന്ദേശം എത്രത്തോളം വലുതാണെന്ന് എനിക്കറിയാം. ഇതിന്റെ ഒരു എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമയുടെ വലിപ്പം അറിയാലോ. നമുക്ക് ഈ സംഭവം അറിയുമ്പോൾ നമുക്ക് മൈക്കിൾ എന്ന കഥാപാത്രത്തെ എനിക്കും ഇഷ്ടമല്ല. ചെയ്യുമ്പോൾ നമ്മൾ അവനെ പോലെ ചിന്തിക്കേണ്ടത്. അത്ര ഒരു നട്ടലുള്ള കഥാപാത്രമാണ് തന്നത്. ആർക്കും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ചുറ്റും നമ്മൾ അവരുടെ സ്നേഹം അവിടെ അനുഭവിക്കുകയായിരുന്നു. മലയാളികളുടെ സ്നേഹം അല്ലെങ്കിൽ ആ പ്രേക്ഷകരുടെ സ്നേഹം നേരിട്ട് അനുഭവിക്കും. അതിനും കൂടുതൽ എന്താ വലിയൊരു ഭാഗ്യം തന്നെ അത്. ഒരിക്കൽ തന്നെ ജിത്തു സാറിനോട് പിന്നെ നന്ദി രേഖ. സിദ്ദിഖ് സാർ വരുന്നത്. അപ്പൊ അദ്ദേഹം കൊടുത്തേക്കുന്ന ഒരു പെർഫോമൻസ് ഇപ്പൊ പ്രേക്ഷകർ പൂർണ്ണമായിട്ട് അതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. ഒരു അഭിനയം കൊണ്ടു നടക്കണമെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. മനസ്സ് വെച്ചാ ചേഞ്ച് ആവാലോ. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് അപ്ലയൻസസുകളുടെ വൈഡ് റേഞ്ചും മൈജി ഫ്യൂച്ചർ സ്റ്റോറുകളിൽ മാത്രം. മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകും, വേറൊരു റേഞ്ച് ആകൂ. നീതൂസ് അക്കാദമി, ഇന്ത്യസ് #1 ലാംഗ്വേജ് അക്കാദമി. നമസ്കാരം. ഒരു സിനിമയുടെ വിജയം കഴിയുമ്പോൾ ആ വിജയിച്ച സിനിമയുടെ ആളുകളുമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും സന്തോഷം. കാരണം അവർ പല രീതിക്കുള്ളതാണ്, പല രീതിക്ക് ആക്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇതിൽ പ്രേക്ഷകർ ഭയങ്കര ഭീകരനായിട്ട് കാണുന്നുണ്ട്. പക്ഷെ സിനിമാ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി അദ്ദേഹത്തെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. മറ്റാരുമല്ല, മൈക്കിൾ എന്ന കഥാപാത്രത്തിനാണ് ഈ പരിചയപ്പെടുന്നത്. നമസ്കാരം. നമസ്കാരം മൈക്കിളെ. ശങ്കർ, ഞാൻ മൈക്കിളിനെ വിളിച്ചത്. എനിക്ക് കഥാപാത്രത്തെ വിളിക്കണം. കഥാപാത്രത്തിൽ ഇങ്ങനെ നിൽക്കണം. ശങ്കർ എന്ന് വിളിക്കണമെന്നല്ല മൈക്കിൾ. പക്ഷെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ സിനിമ. എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിനു മുമ്പ് സിനിമ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ സിനിമ രക്ഷാധികാരി. പക്ഷെ അതൊക്കെ അവിടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. ഇങ്ങനെ ഒരു സാധനം കുറച്ച് സിനിമയിൽ വന്നത് ഇതൊരു വേറൊരു സിനിമയാണ്. ഇതിന്റെ ഒരു എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമയുടെ വലിപ്പം അറിയാലോ. നമ്മള് എല്ലാ മലയാളികളും കാത്തിരിക്കുന്ന ഒരു കോമ്പിനേഷൻ ആണ്. മോഹൻലാൽ സാർ, ജിത്തു സാർ, ആശീർവാദ്, ആന്റണി പെരുമ്പാവൂർ സാറിന്റെ ഒക്കെ ഒരു കൂട്ടുകെട്ടിൽ എന്ന് പറഞ്ഞാൽ മലയാളികൾ ഏറ്റവും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. തിയേറ്ററിൽ പോയി വിസിറ്റ് ചെയ്യാൻ ഒരു പ്രായപരിധിയോ അങ്ങനെ ഒരു എല്ലാവരും ഒരേപോലെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പൊ ആ ഒരു കോമ്പിനേഷനിൽ നല്ലൊരു വേഷം ചെയ്യാൻ പറ്റുക, അത് പ്രേക്ഷകരിലേക്ക് എത്തി എന്ന് തോന്നുന്നു. എനിക്കൊന്ന് ഈ 2-3 ദിവസങ്ങളിൽ പിക്ക പറഞ്ഞ പോലെ തന്നെ ആ ഒരു ചർച്ച വരുന്നുണ്ട്. അത് വലിയ സന്തോഷമില്ല. തിയേറ്ററിൽ പോകാറുണ്ട്. അതാണ് പറഞ്ഞത്. ആദ്യത്തെ ദിവസം തന്നെ നമ്മളെ ആൾക്കാർ ചുറ്റും പുതിയാണ്. കാരണം ഇപ്പൊ കഥാപാത്രത്തിനെ കുറിച്ചല്ല, ഈ ഒരു കഥയിൽ നമ്മൾ ഭാഗമായി നല്ലൊരു പങ്കായി, അത് ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ആയി എന്നുള്ളതിന്റെ തെളിവാണ്. അവർ ചുറ്റും അവർ എക്സ്പ്രസ് ചെയ്യുന്നു, സിനിമയെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, കഥാപാത്രത്തെ കുറിച്ച് പറയുന്നു. ചെറിയ തല്ലും പരിപാടിയൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് അവർ എക്സ്പ്രസ് ചെയ്യുന്നു. ആളെ നേരിട്ട് പരിചയപ്പെട്ടപ്പോൾ നിങ്ങൾ ഇത്ര പാവപ്പെട്ടൊരു പയ്യനാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു സംഭവം നന്നായിട്ട് വന്നു. അവരുടെ തന്നെ നമുക്ക് നേരിട്ട് കിട്ടുമ്പോൾ അതൊരു വലിയ ഫീലിംഗ് ആണല്ലോ. ഒരു പ്രേക്ഷകരുടെ തന്നെ അവർക്ക് തോന്നിയ ഒരു ഫീലിംഗ് നമ്മളിലേക്ക് എക്സ്പ്രസ് ചെയ്യുമ്പോൾ അത് ഭയങ്കര ഗ്രാറ്റിഫൈങ് ആയിരുന്നു. ശരി, ഇത്തരം ഒരു കഥാപാത്രം ആണ് സബ്ജക്റ്റ് എന്ന് കേൾക്കുന്നു. കഥ കേട്ടിട്ടാണ് നമ്മൾ ഇത്തരം ഒരു കഥാപാത്രം എന്ന് പറഞ്ഞപ്പോൾ മനസ്സിൽ ചിന്തിച്ചത് എന്തായിരുന്നു? അല്ല, എനിക്ക് ഈ കഥ ഭയങ്കര അടി. സാറ് പറഞ്ഞ ഈ ആശയം അല്ലെങ്കിൽ ഈ കഥാപാത്രം, ഈ സിനിമ കൊടുക്കുന്ന ഒരു മെസ്സേജ്, ഈ സന്ദേശം എത്രത്തോളം വലുതാണെന്ന് എനിക്കറിയാം. ഞാനൊരു അഭിഭാഷകനാണ്, ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ നമുക്ക് ഈ ഒരു ആശയം എത്രത്തോളം സമൂഹത്തിന്റെ ഇടയിലേക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്, അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന വിഷയമാണ്, അല്ലെങ്കിൽ ഇതിന്റെ നീതിയെ കുറിച്ചൊക്കെ നമ്മൾ പല പത്രത്തിലും പരിപാടിയും കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്കറിയാം ഈ സംഭവം എന്തായാലും നമുക്ക് ആസ് എൻ ആക്ടർ ഈ ഒരു സംഭവം വലിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കിത് മുന്നോട്ടുള്ളൊരു ജേണിയിൽ ഏറ്റവും വലിയൊരു മൈൽ സ്റ്റോൺ ആയിരിക്കും. എനിക്കതാണ് അത് കേട്ടപ്പോൾ നമുക്ക് ഈ കഥാപാത്രം എത്രത്തോളം നന്നാക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നമ്മളത് പാഷനറ്റ്ലി വർക്ക് ചെയ്തത്. അപ്പൊ അതിന് ഏറ്റവും ക്രെഡിറ്റ് ഗോസ് ടു അതിന്റെ ക്യാപ്റ്റൻ ജിത്തു ജോസഫ് സാറിനും ശാന്തി ചേച്ചിക്കുമാണ് ഇതിന്റെ ഒരു ക്ലാപ്പ് ഞാൻ കൊടുക്കുന്നത്. ഒരു പരിധി വരെയെങ്കിലും എന്റെ കഥാപാത്രം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇവർ രണ്ടുപേരുടെയും പൂർണ്ണമായിട്ടുള്ള പിന്തുണയും സപ്പോർട്ടും കൊണ്ട് മാത്രമാണ്. അപ്പൊ ഞാൻ വെരി ഗ്രേറ്റ്ഫുൾ ടു ബോത്ത് ഓഫ് ദം. അല്പസംബന്ധം ഇന്ന് ഞാൻ ഇന്റർവ്യൂ എടുത്തപ്പം അനശ്വര പറഞ്ഞൊരു കാര്യം എന്ന് നേരത്തെ അവിടെ പറഞ്ഞു. അനശ്വരയ്ക്കുണ്ടായ ഒരു വലിയൊരു പ്രഷർ ഉണ്ടായിരുന്ന ഒരു സീൻ അല്ലെ, അനശ്വരയെ ലാസ്റ്റ് സീനിൽ എടുത്തുകൊണ്ട് പോകുന്ന ആ ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ. ആ ഒരു സീൻ അനശ്വരയെ ഭയങ്കരമായിട്ട് മെന്റലി പ്രശ്നം ഉണ്ടാക്കി എന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? ഞാനാണോ അനശ്വരയാണോ? അല്ല, എനിക്കറിയാം. ഞാനതാ പറഞ്ഞ് അത് പറയുന്നതിന് മുമ്പ് എടുത്തു പറയേണ്ട ഒരു പേര് തന്നെയാണ് അനശ്വര രാജൻ. അല്ലെങ്കിൽ അത്രയ്ക്കും എന്താ പറയാ, ഇന്റലിജന്റ്ലി ആണ് പുള്ളിക്കാരെ കഥാപാത്രത്തിനെ കൺസീവ് ചെയ്തത്. നമുക്ക് ആ ഒരു സ്പേസിൽ എന്താ പറയാ, അത്രയ്ക്കും ബിലീവബിൾ ആയിട്ട് പുള്ളിക്കാരെ കഥാപാത്രമായി നിൽക്കുന്നു. അത് നന്നായിട്ട് ഡയറക്ടർ സംവിധാനത്തിലേക്ക് അദ്ദേഹം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തരുന്നു. നമുക്കത് പെർഫോം ചെയ്യാന്നുള്ളൊരു ഇത് തന്നെയാണ്. പക്ഷെ തീർച്ചയായിട്ടും ആ കഥാപാത്രത്തിൻ്റെതായ വൈകാരികമായിട്ടുള്ള മൂവ്മെന്റ്സ് ഉണ്ട്. അത് പക്ഷെ ഭയങ്കര എന്താ പറയാ, ഒരു മെച്യൂർഡ് ഒരു കുട്ടിയെ പോലെ പുള്ളിക്കാരി അത് ആ സമയത്ത് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ അത് ഹാൻഡിൽ ചെയ്തു. തിയേറ്ററിൽ വരുമ്പോൾ അതിനുണ്ടായ ഇമ്പാക്ട്, ലൈക്ക് അത് എങ്ങനെയാണ് ആ പ്രേക്ഷകർ അത് ഇമോഷണലി ആ സിനിമയുടെ ഒരു ഏറ്റവും വലിയൊരു കോഷ്യന്റ് ആണ് ആ രംഗം. അപ്പൊ അത് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി എന്നൊരു പെർഫോമറിനെ ഇവിടെ എടുത്ത് രേഖപ്പെടുത്തിയെന്നെ പറയണം. അത്രയും ഗംഭീരമായിട്ട് പുള്ളിക്കാരി അത് ഇമോഷണലി അപ്പൊ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പറയുന്നുണ്ട്, പക്ഷെ എന്നാലും എടുത്തു പറയണം. ലൈക്ക് അദ്ദേഹം പുള്ളിക്കാരി അത് കൺവേ ചെയ്തതും ആ പെർഫോമൻസ് പുള്ളിക്കാരി ടേക്ക് ചെയ്തതൊക്കെ ഭയങ്കര ഒരു ബ്രില്യന്റ് ആണ്. അത് ശങ്കറിന് ആ സീൻ ചെയ്യുമ്പോൾ ആളുകൾ കുറെ പേരുണ്ട് അല്ലെ,
ഇല്ല നമ്മള് കുറച്ചുപേരെ നേരത്തെ പറഞ്ഞു ചിത്തു സാറും അങ്ങനെ വേണ്ടപ്പെട്ടവർ മാത്രമേ ഉള്ളൂ. ശങ്കറിന് ആ സീൻ ചെയ്യുമ്പോൾ മനസ്സിൽ ഒരു ഫീല് എന്തായിരുന്നു ഉണ്ടായിരുന്നത്? അല്ല നമുക്ക് ഈ സംഭവം അറിയുമ്പോൾ നമുക്ക് മൈക്കിൾ എന്ന കഥാപാത്രത്തിന് എനിക്കും ഇഷ്ടമല്ല. പക്ഷെ അത് ചെയ്യുമ്പോൾ നമ്മൾ അവനെ പോലെ ചിന്തിക്കേണ്ടത് അല്ലെ, കഥാപാത്രത്തിനെ പോലെ ചിന്തിച്ച്. കാരണം ഇത് ഈ സംഭവം വായിക്കുമ്പോൾ നമ്മള് സാറയുടെ ഒപ്പം നിൽക്കുന്ന ഒരു കഥയാണ്, സാറയുടെ ട്രാവലാണ് ഈ സിനിമ. അപ്പൊ ഈ സമയത്ത് എങ്ങനെയാണ് മൈക്കിൾ എന്നുള്ളത് അത് സാറ് ക്ലാരിറ്റി തന്നിട്ടുണ്ട്. സാർ എങ്ങനെയാണ് സാധനം പെർഫോം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പെർഫോം ചെയ്യുക, അതല്ലേ നമ്മുടെ ഒരു ടൂൾ, നമ്മുടെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ അത് പെർഫോം ചെയ്യുക. അപ്പൊ അത് ഭംഗിയായിട്ട് ചെയ്യണം എന്ന് മാത്രം വിശ്വസിച്ചാണ് ചെയ്യുന്നത്. നിങ്ങൾ രണ്ടുപേരുമാണ് ഈ കഥ കൊണ്ടുപോകുന്നത്. ശരിക്കും പറഞ്ഞാൽ സാറയും മൈക്കിളും എന്ന കഥാപാത്രങ്ങളിലൂടെയാണ് പോകുന്നത്. പിന്നീടാണ് കോർട്ടിൽ വാദപ്രതിഭ. നിങ്ങളാണ് ഈ കഥയുടെ നെടുന്തൂൺ എന്ന് എനിക്ക് പറയാൻ പറ്റും. സാറയോടൊപ്പം തന്നെ നിന്ന് സാറെ വേറെ വഴിക്കാക്കുന്നതും താങ്കൾ തന്നെയാണ്, ആ കഥാപാത്രം തന്നെയാണ്. അത്തരം ഒരു നട്ടലുള്ള കഥാപാത്രമാണ് തന്നത്. തീർച്ചയായിട്ടും അല്ലെ, ഇത്തരം ഒരു കഥാപാത്രം കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് സ്വപ്നമാണ്. നേരത്തെ പറഞ്ഞത് സ്വപ്നമാണ് അല്ലെ, ഇപ്പോഴും സ്വപ്നത്തിലാണ്. അതാ എനിക്കിപ്പോ വാക്കുകൾ പറയുമ്പോൾ വരുന്നില്ല. കാരണം ഞാനിപ്പോഴും ആ ആൾക്കാരുടെ ഒരു സ്വപ്നം, ഈ സിനിമയ്ക്ക് കിട്ടിയൊരു എന്താ പറയുക ഒരു മൈലേജ് അറിയാം. പക്ഷെ എന്നാലും അതിന് മൾട്ടിപ്പിൾ ടൈംസ് ബിംഗറായിട്ടാണ് ഇപ്പൊ ആൾക്കാരത് മലയാളികളെ സ്വീകരിച്ചത്, മലയാളി പ്രേക്ഷകരെ സ്വീകരിച്ചാണ്. അപ്പൊ അത് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചോക്കുമായിരുന്നു ഇത്ര ദിവസം. അല്ല, റിലീസിന് ശേഷമാണ് ആ കഥാപാത്രം അങ്ങനെയാണ്, റിലീസിന് ശേഷമാണ് പുറത്തു വരുന്നത്. അതിപ്പോഴും എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ ഇപ്പൊ അതിനെപ്പറ്റി അധികം അറിയാതിരിക്കുന്നതല്ലേ, കാണാത്തവർ കാണുമ്പോൾ. അല്ല, തീർച്ചയായും കാണാത്തവർ ഇനി കാണാനുള്ളത് അധികം റിവീൽ ചെയ്യാതെ നമുക്ക് നമ്മൾ ഇന്ന് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോയെന്നുള്ളൂ. തീർച്ചയായിട്ടും അല്ലെ, കുറെ കാര്യങ്ങൾ പറഞ്ഞു പോയുള്ളൂ. അപ്പൊ ഇനിയും കാണാൻ ഒത്തിരി ആളുകൾ. എനിക്കൊന്നും കിട്ടുന്നില്ല. ഒരു അഭിഭാഷകം കൂടിയാണ് താങ്കൾ അല്ലെ, അഭിഭാഷകം കൂടിയാണ്. ഈ സിനിമ ഫുൾ ടൈം ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ പ്രസ് മീറ്റിലും എല്ലാ ഇന്റർവ്യൂവിലും ഇത് കോർട്ട് ഡ്രാമയാണെന്ന് പറയുന്നു. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അല്ല, അത് എടുത്തു പറയുമ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം തിയേറ്ററിൽ പോയപ്പോഴേ, തിയേറ്റർ വിസിറ്റ് പോലെ പോയപ്പോ 2 ഹൈക്കോടതി ജഡ്ജിമാര് വന്നിരുന്നു. നമ്മളവിടെ നിൽക്കുമ്പോ നമുക്കൊരു മൂവ്മെന്റ് ആണല്ലോ. കാരണം അവിടെ ഏറ്റവും കൂടുതൽ വളരെ കേരളത്തിലെല്ലാ മിക്ക അഭിഭാഷകരും തിരക്ക് പിടിച്ച് സിനിമ കാണുന്നുണ്ട്. ഇപ്പൊ എന്റെ സീനിയറും അദ്ദേഹം നാളെ ഈ സിനിമ കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൂട്ടുകാരായ അഭിഭാഷകരെ എല്ലാം വിളിച്ച് കാണുന്നു. കാരണം അവരുടെ ഒരു വലിയ റെപ്രസെന്റേഷൻ ആണ് ഈ സിനിമ. അവര് പറയുന്നത് ഇത്രയും ഭംഗിയായിട്ട് ഒരു കോടതി വിഷ്വലൈസ് ചെയ്ത് കാണിച്ചേക്കുന്നത് ആദ്യമായിട്ടാണ് നല്ലത്. ഇത്രയും ഭംഗിയായിട്ട് കാണിച്ചേക്കുന്ന സിനിമയാണ് നേര്. അപ്പൊ ഈ ജഡ്ജിമാർ ഇറങ്ങി വന്നപ്പോ അവർ ആദ്യം എന്നെ നോക്കി മൈക്കിളെ എന്ന് വിളിച്ചിട്ടാണ് അവര് മൈക്കിളെ എന്ന് വിളിച്ചത്. അപ്പൊ ഞാനിങ്ങനെ പൊതുവെ നമ്മൾ കോടതി സമയത്തും നമ്മൾ ഇവരുടെ അതെ, അപ്പൊ നമ്മളത്ര റെസ്പെക്ട്ഫുള്ളി നിൽക്കുന്നത് ഈ കഥാപാത്രത്തിന് അവര് തന്നെ ഉൾക്കൊണ്ട് അവര് വിളിക്കും. പിന്നെ അവർ ഈ സിനിമയുടെ എന്താ പറയാ, ഈ പറഞ്ഞ പോലെ ഈ ആർട്ടിനെ കുറിച്ച് ഇത് കൺസീവ് ചെയ്തൊരു തോട്ട് എത്ര നന്നായിട്ടാണ് ആൾക്കാരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, വളരെയധികം വാചാലരായിട്ട് അവർ സംസാരിച്ചു. അപ്പൊ നമുക്കതൊരു എന്തോ അത് വലിയൊരു അവാർഡല്ലേ. കാരണം അവര് കാണുന്ന അല്ലെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന അവര് തന്നെ ഈ സിനിമ അല്ലെങ്കിൽ ഇത് ഷൂട്ട് ചെയ്ത രീതിയും അല്ലെങ്കിൽ കോടതിയെ പറ്റിയും അത്ര ചെറിയ ന്യൂആൻസസ് ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അത് അറിയായിരിക്കുമല്ലോ, അത് എത്രയും ഭംഗിയായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്രയും ഭംഗിയായിട്ട് ചെയ്ത സിനിമകൾ എനിക്കറിയില്ല ഉണ്ടാവും. പക്ഷെ ഇത് എനിക്ക് ടോട്ടാലിറ്റിയിൽ വളരെയധികം സാറ്റിസ്ഫൈ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ. അപ്പൊ അത് അതിന്റെ ഭാഗം നമ്മൾ ആ പ്രൊഫഷനിൽ നിന്നുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റുക, ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംഭവം കൺവേ ചെയ്യുന്ന ഒരു സബ്ജക്റ്റിന്റെ ഭാഗമാകാൻ പറ്റാന്ന് പറഞ്ഞാൽ വലിയൊരു ബ്ലെസ്സിംഗ് തന്നെയാണ്. പിന്നെയും പറയുമ്പോൾ കവിതയിലെ സിനിമ തിയേറ്ററിൽ നമ്മൾ വിളിച്ചുകൊണ്ട് സിനിമ കണ്ട് ഇറങ്ങിയതിനു ശേഷം ഏറ്റവും ആദ്യം വിളിച്ച താങ്കളെ വിളിച്ചത് ഞാൻ ലോസ്റ്റ് ആയിരുന്നു അവിടെ. എനിക്ക് വിളിക്കാൻ പറ്റും, എനിക്ക് അന്ന് ആ രാത്രി ഉറങ്ങാൻ പോലും പറ്റാത്ത ഒരുപാട് കോൾസ് ആണ്. ഏറ്റവും ആദ്യത്തെ ഓർക്കാൻ പറ്റുമോ? എനിക്കതിനെ ഓർത്തെടുക്കാൻ പറ്റില്ല. കാരണം അവിടെ ചുറ്റും ആൾക്കാരങ്ങനെ കൂടി വെക്കായിരുന്നു. കാരണം അവർക്ക് ആ കഥാപാത്രം വന്ന് കിടക്കുന്ന ആൾക്കാർ മീൻസ് ആൾക്കാർക്ക് അത് കമ്മ്യൂണിറ്റി. അവിടെ നമ്മൾ പ്രേക്ഷകരോടെ കാണുന്നു, ലാൽ സാറിന്റെ ഫാൻസ് ഉണ്ടായിരുന്നു. അവരും അത് ഇരുകൈ നീട്ടി സ്വീകരിച്ചു. കാരണം അവിടെ നമ്മളെല്ലാവരും അവര് ഭയങ്കര ഒരു വരവേൽപ്പായിരുന്നു അവർ തന്നത്. അപ്പൊ നമ്മൾ ലിറ്ററലി വേറൊരു വേൾഡിലായിരുന്നു മൊത്തത്തിൽ. കാരണം ആ സിനിമ അവിടെ വർക്കായി. കാരണം ആ മ്യൂസിക് അതിന് ഇമോഷണലി ആണ് എല്ലാവരും ഇറങ്ങിപ്പോകുന്നത്. അപ്പൊ എല്ലാവർക്കും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ചുറ്റും നമ്മൾ അവരുടെ ഒരു സ്നേഹം അവിടെ അനുഭവിക്കുകയായിരുന്നു. മലയാളികളുടെ സ്നേഹം അല്ലെങ്കിൽ ആ പ്രേക്ഷകരുടെ സ്നേഹം നേരിട്ട് അനുഭവിക്കുമ്പോൾ അതിനും കൂടുതൽ എന്താ വീട്ടിലെന്ത് പറഞ്ഞു? ഭയങ്കര സന്തോഷം. ഞാനത് ഭയങ്കര പേടിച്ചു. അവർക്കൊന്നും അറിയില്ല നീ കഥ എന്താണ്, കഥാപാത്രം എന്താണ്, സിനിമ എന്താന്ന് ഞാൻ പറയാറില്ല. അതേ ദിവസം രാത്രി ഇവര് കവിത തിയേറ്ററിൽ തന്നെയാണ് കൊണ്ടത്. കാരണം മൾട്ടിപ്ലക്സിൽ പോകുന്നേക്കാൾ നമ്മൾ വിചാരിച്ചു കവിത തന്നെ ഞങ്ങളുടെ തിയേറ്ററിൽ വലിയ തിയേറ്റർ, വലിയ സ്ക്രീനാണല്ലോ, ഏറ്റവും കൂടുതൽ കപ്പാസിറ്റി സ്ക്രീൻ കൂടെയാണല്ലോ. അതേപോലെ രാത്രി പോകുന്നു അവർ ഇന്റർവെല്ലായപ്പോ അവർ നോക്കുന്ന ആൾക്കാരൊക്കെ ഓരോന്ന് പറയുന്നുണ്ട് കമന്റ്സ്. പക്ഷെ അതിനുശേഷം ആൾക്കാർ നമ്മുടെ കഥാപാത്രത്തിന് പെർഫോമൻസിനെ കുറിച്ച് എന്റെ ചുറ്റും നിന്ന് ഫോട്ടോ എടുക്കലും നമ്മളോട് പറ്റി ചുറ്റും നിന്ന് കാര്യങ്ങൾ പറയുന്നതും ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്നൊക്കെ അവർ മാറിയെന്നവർ കണ്ടപ്പോ അവർക്കതൊരു ഭയങ്കര മൂവ്മെന്റ് ആയിരുന്നു. എന്റെ ഫ്രണ്ട്സ് അവിടെ ഇരുന്നത് കാണുന്നുണ്ടായിരുന്നു. അപ്പൊ അവന്മാര് പിന്നെ വന്ന് എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോ കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഇവരുടെ ബാക്കി റിലേറ്റീവ്സും എല്ലാവരും
എനിക്കതാണ് പെർഫോമൻസിനെ കുറിച്ചാണ് ആൾക്കാർ ചർച്ച ചെയ്യുന്നത്. അത് വലിയ നമുക്ക് കാര്യമാണ്. കിട്ടുന്ന കഥാപാത്രം എന്താണെന്ന് നമ്മൾ ചെയ്യുന്നു. ഭംഗിയായിട്ട് നമ്മൾ ചെയ്തു, അത് മോശം. അതെ ഭംഗിയായിട്ട് ചെയ്തു ആൾക്കാർ പറയുമ്പോൾ അവർക്ക് സന്തോഷം. നമ്മൾ തന്ന പണി ചെയ്യാന്നുള്ള കുറച്ച് സിനിമകൾ ചെയ്തു അല്ലെ, കുറച്ച് സിനിമകൾ ചെയ്തിട്ട് നമുക്ക് ഇത്തരം ഒരു എക്സ്പോഷർ, ഡീറ്റെയിൽസ് ആയ ഒരു കഥാപാത്രം ഇത് എന്ന് നമുക്ക് പറയാം. പ്രഷർ മുമ്പിലേക്ക് ഇതിനു മുമ്പ് എത്തിയിട്ടുണ്ടെങ്കിൽ ഇത് വേറെ രീതിക്ക് എത്തി. ലാലേട്ടനുമായുള്ള ആദ്യത്തെ ഒരു കൂട്ടുകാർ എന്ന് പറയുന്നത് ലാലേട്ടനുമായിട്ട് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ പറഞ്ഞു? ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഒരു കാര്യം ഓർത്തെടുത്താൽ ഏതായിരിക്കും ഓർത്തെടുക്കാൻ പറ്റും? ഓർത്തെടുക്കാൻ പറഞ്ഞാൽ എനിക്ക് ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ ഈ പല ഇന്റർവ്യൂസിലും പല ആർട്ടിസ്റ്റും ടെക്നീഷ്യൻസ് ഒക്കെ പറയുന്ന അദ്ദേഹം ഒരു കഥാപാത്രമായി മാറും എന്ന് പറഞ്ഞൊരു മാജിക്കിനെ കുറിച്ച് പറയില്ല. അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി തന്നെ എന്റെ ഷൂട്ട് ഇല്ലാത്തൊരു ദിവസം ഞാൻ ഇതേപോലെ അവിടെ ലൊക്കേഷനിൽ പെർമിഷൻ ചോദിച്ചിട്ട് ഞാൻ വന്ന് തിരിച്ചെനിക്ക് എറണാകുളത്തേക്ക് പോകണമായിരുന്നു. അപ്പൊ ഞാനൊരു ദിവസം സാറ് ജോയിൻ ചെയ്യില്ല, അതൊന്ന് കണ്ടിട്ട് പോവാന്നുള്ള രീതിയിൽ ഞാൻ അവിടെ നിൽക്കും. ഒരു സ്റ്റുഡിയോയിലാണ് ഷൂട്ട് ചെയ്ത്. അപ്പൊ ലാൽ സാർ ഇതേപോലെ വേറൊരു ലുക്കിൽ വരുന്നു. അദ്ദേഹം ഒന്ന് ജോയിൻ ചെയ്ത് കാരവനിൽ കയറി വിജയമോഹനായി മാറുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം ലൊക്കേഷൻ സ്പോട്ടിലെത്തി നിന്ന് ഇവരോടായിട്ട് സഹനടന്മാരോടും കൂടെ നിൽക്കുന്ന ജഗദീഷ് ചേട്ടനോടും ശ്രീധന്യ ചേച്ചിയോടൊക്കെ തമാശ പറഞ്ഞ, അല്ലെങ്കിൽ ഗണേഷ് സാറൊക്കെ അവരോടൊക്കെ വളരെ പഴയ കഥകളും തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് നിന്ന് പെട്ടെന്ന് തന്നെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഡോർ ഓപ്പൺ ചെയ്ത് അദ്ദേഹം കയറുന്ന ഒരു സീനായിരുന്നു. അവിടെ ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഞാൻ മൊത്തത്തിൽ കണ്ടത്. ഞാൻ നോക്കുമ്പോൾ ഇത്ര നേരം കളിച്ചിടന്ന മോഹൻലാൽ സാർ അല്ല. അവിടെ നോക്കുമ്പോൾ വിജയ് മോഹൻ പൂർണ്ണമായിട്ടും ഫസ്റ്റ് ഷോട്ടിൽ തന്നെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, ആ ഒരു ജേർണി ഉണ്ടല്ലോ, അദ്ദേഹം അവിടെ നിന്നിട്ട് ഒരു എൻ്റർ ചെയ്യുന്നത് ആ ഒരു ഓറയിലേക്കാണ്, വിജയ് മോഹൻ എന്നൊരു കഥാപാത്രത്തിലേക്കാണ്. അത് നേരിട്ട് കണ്ടപ്പോൾ നമുക്കൊരു വലിയ അതിശയമാണ്. കാരണം പിന്നെ ത്രൂ ഔട്ട് ദി ഷൂട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റും. കാരണം ഇത്രയും ദിവസം 20-21 ദിവസം നമ്മൾ കോടതിയിൽ ഷൂട്ട് ചെയ്തിരുന്നു. ഇത്രയും വലിയ ആർട്ടിസ്റ്റുകളല്ലേ മുമ്പിൽ നിൽക്കണം. എനിക്കൊന്നും ലോക സിനിമയിൽ തന്നെ ഏറ്റവും ഫൈനസ്റ്റ് സിദ്ദിഖ് സാർ, ജഗദീഷ് ചേട്ടൻ, ഗണേഷ് കുമാർ സാർ, അത്രയും ബ്രില്യൻ, പ്രിയാമണി മാം എടുത്തു പറയേണ്ട ഒരു പേര് തന്നെയാണ്. ഇപ്പൊ അത്രയും വലിയൊരു ആർട്ടിസ്റ്റാണ്. അപ്പൊ അവരൊക്കെ പെർഫോമൻസ് നമുക്ക് എത്ര ലൈവായിട്ട് കാണാൻ പറ്റും. അതും വാദപ്രതിവാദം എല്ലാം നമുക്ക് അത്രയും ശരിക്കും ഒരു കോടതി പോലെ തന്നെ നമുക്ക് അത്രയും ബിലീവ് ചെയ്ത് അവരത് പെർഫോം ചെയ്യും. അത്രയും ശരിക്കും ഒരു സുപ്രീം കോർട്ട് ലോയറെ പോലെയാണ്, ലോയറായിട്ടാണ് ഇതില് സിദ്ദിഖ് സാർ വരുന്നത്. അപ്പൊ അദ്ദേഹം കൊടുത്തേക്കുന്ന ഒരു പെർഫോമൻസ് ഇപ്പൊ പ്രേക്ഷകർ പൂർണ്ണമായിട്ട് അതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്, ഓൺലൈനിലും അല്ലെങ്കിൽ പുറത്തു പോയാലും. വലിയൊരു ഭാഗ്യമായിരുന്നു ഇത് കണ്ട് നമുക്ക് പഠിക്കാന്ന് പറഞ്ഞാൽ. നമുക്ക് ഇതിൽ കൂടുതലേക്ക് നമ്മൾ ആസ് ആൻ ആക്ടർ ഒരു 0.5 എങ്കിലും ഞാൻ ബെറ്റർ ആയി ഞാൻ വിശ്വസിക്കുന്നു. ഇത് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ, ലേണിംഗ് ആണ് നമുക്ക്. അപ്പൊ വലിയൊരു ഭാഗ്യം തന്നെ അത്. ഒരിക്കൽ തന്നെ ജിത്തു സാറിനോട് പിന്നെ നന്ദി രേഖപ്പെടുത്തും. ഈ സിനിമ കണ്ടീഷനും ജിത്തു സാറിനൊക്കെ നേരിട്ട് കണ്ടിരുന്നപ്പോൾ എന്താണ് പറയുന്നത്? സാറ് ഞാൻ തലേന്ന് വിളിച്ചു. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. സാറപ്പം എനിക്ക് ഒന്ന് UAE പോകാൻ നിൽക്കായിരുന്നു. അവിടെ പ്രിവ്യൂ ഖത്തറിൽ പോകാൻ നിൽക്കായിരുന്നു. അപ്പൊ ഞാൻ സാറിനെ തലേന്ന് ഇങ്ങനെ വിളിച്ചു. സാർ ഇതാണ്, സാറിന് മനസ്സിലായി പേടിയാണെന്നുള്ളത്. സാറ് പറഞ്ഞു ധൈര്യമായിട്ടിരുന്നു, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ അന്ന് തിയേറ്ററിൽ വരുമ്പോഴാണോ സിനിമ കാണുന്നത്? ഞാൻ ഡബിങ്ങിൽ കണ്ടു, പക്ഷെ ഒന്നുമില്ലല്ലോ സിനിമ കാണുന്ന ഞാൻ പിന്നെ അന്നാണ് കാണുന്നത്. പക്ഷെ അതിന് മുമ്പ് ഇവർ കണ്ടിട്ട് പറഞ്ഞിരുന്നു, ഒരു പ്രിവ്യൂ സ്ക്രീനിങ് ലാൽ സാറിന്റെ വീട്ടിൽ എവിടെയോ നടത്തിയിരുന്നു. അപ്പൊ അന്ന് ഇവര് പറഞ്ഞു, കണ്ട് ഇങ്ങനെ പെർഫോമൻസിനെ കുറിച്ച് എടുത്ത് പറഞ്ഞു. സെൻസറിന്റെ സമയത്ത് ആരൊക്കെയോ പറഞ്ഞു നല്ല പെർഫോമൻസ് ആണ്, ശാന്തി ചേച്ചി എടുത്ത് പറഞ്ഞു പ്രത്യേകിച്ച്. അപ്പൊ അതൊക്കെ കേട്ടപ്പോ പക്ഷെ എന്നാലും നമുക്കൊരു ടെൻഷനാണ്. കാരണം എങ്ങനെയാണ് ഒരു എക്സൈറ്റ്മെന്റ് ആണ്, ടെൻഷൻ ഒരു എക്സൈറ്റ്മെന്റ് ആണല്ലോ. ഇതിപ്പോ നമ്മൾ ചെയ്ത സംഭവം എങ്ങനെയാണത് എത്തിപ്പെടാൻ പോകുന്ന ആൾക്കാർ എങ്ങനെയാണ് അത് റിസീവ് ചെയ്യുന്നത്, മലയാളികൾ ഇരുവീട്ട് സ്വീകരിച്ചു. അത് വലിയൊരു ഒരു അഭിനയം എന്നത് ഇനി തുടർന്ന് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനൊപ്പം നമുക്ക് തൊഴിലുമുണ്ട്, ഒരു തൊഴിലുമുണ്ട്. ഒരു അഭിനയം കൊണ്ടു നടക്കണമെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് അല്ലേ? ഒന്നിനു പുറകെ ഒന്നൊന്നായി ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ മേഖലയിലേക്ക്. അതൊക്കെ എങ്ങനെയാണെന്ന് ചെയ്ത് മുന്നോട്ട് പോകുന്നൊരു നമുക്കൊരു തൻ്റെടം, അല്ലെങ്കിൽ നമുക്കൊരു കഴിവ്, അല്ലെങ്കിൽ നമുക്ക് ഇവരോട് എന്തൊക്കെയാണ് ചോദിക്കണം എന്നുള്ളൊരു റെസ്പെക്ട് കൊടുക്കണം. പല ആളുകൾക്കും നമുക്ക് തേടി പോകേണ്ടി വരും ചിലപ്പോൾ സിനിമയ്ക്ക് വേണ്ടി. അതൊക്കെ എങ്ങനെ ഉൾക്കൊള്ളും? ഞാൻ എപ്പോഴും നമ്മൾ ഈ മമ്മൂട്ടി സാറിന്റെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞ പോലെ ഈ സിനിമയ്ക്ക് നമ്മുടെ ആവശ്യമില്ല, നമുക്കാണ് സിനിമ ആവശ്യം. അത് ഒരു വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹം പറഞ്ഞത്. അത് ഏതൊരു സിനിമ മാത്രമല്ല, ഏതൊരു പ്രൊഫഷന്റെ ആയാലും അങ്ങനെയാണല്ലോ. ഇക്കയുടെ പ്രൊഫഷനിലായാലും ഇക്കഥ തൊഴിലിനോട് നമ്മൾ ആ ഡെഡിക്കേഷൻ കൊടുക്കുമ്പോൾ തന്നെയല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ഫയർ ബെറ്റർ ആക്കണം. അല്ലെങ്കിൽ ഇനിയും ഇതല്ല നമ്മൾ ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് വേഷം, അടുത്ത വേഷം ആയിരിക്കണം ഇതിനേക്കാളും നല്ല വേഷം. അത്രയ്ക്കും വർക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇനിയും സിനിമയെ പറ്റി കൂടുതൽ പഠിക്കണം, അല്ലെങ്കിൽ പെർഫോമൻസസ്, അല്ലെങ്കിൽ പല എന്തൊക്കെയുണ്ട്, പുതിയ കഥാപാത്രങ്ങൾ എങ്ങനെ ചെയ്യണം, വേറെ രീതിയിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു പ്രിപ്പറേഷൻ വരുത്തണം എന്ന രീതിയിൽ ബെറ്റർ ആവണം. ആസ് എൻ ആക്ടർ ഇനിയും ബെറ്റർ ആവണം എന്നുള്ളൊരു ആഗ്രഹത്തിനും ഒരു വാശിയും തന്നെയാണ്. വാശിയല്ല, ഇതൊരു ആഗ്രഹത്തിൽ തന്നെയാണ്, അതൊരു ഡ്രീമാണല്ലോ. അപ്പൊ അത് നല്ല രീതിയിൽ കൊണ്ടുപോകണം. മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ട് വരുമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. ഈ കോടതിയിൽ വെച്ച ലാലേട്ടുമായിട്ടുള്ള സീനുകളുള്ള കോടതിയിൽ വെച്ച് വിസ്തരിക്കുന്ന സമയത്താണല്ലോ ആദ്യത്തെ ഡയലോഗ് പറയുമ്പോൾ ഒരു ഭയം ഉണ്ടായിരുന്നു ലാലേട്ടിന് മുമ്പില്. പിന്നെ ഭയമല്ല, നമുക്കൊരു ആദരവാണ് നമ്മൾ. പക്ഷെ എന്താ പറയുക, നമ്മൾ ആ സ്പേസിൽ നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കഥാപാത്രമായിട്ട് നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് സാർ. അപ്പൊ നമുക്കത് അവിടെ വിജയമോഹനും മൈക്കിളും ആണ് അല്ലെ? സാറും അങ്ങനെയാണ് ചെയ്യുന്നത്. സാർ അവിടെ നമ്മൾ നോക്കുമ്പോൾ അവിടെ വിജയമോഹനെയാണ് കാണുന്നത്. നമുക്കത് ആ രീതിയിൽ തന്നെ അത് സ്പേസ് ചെയ്ത് വെച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ വന്നെന്ന് തോന്നുന്നില്ല, മൈക്കിളായിട്ട് അവിടെ ഇരിക്കുന്നു ഞാനായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അങ്ങനെയാണ് ആൾക്കാർ പറയുന്നത്. അത് ആ ഒരു ബിലീവബിലിറ്റി ഫാക്ടർ
സാറിന്റെ അല്ലെങ്കിൽ ആ സെറ്റ് ക്രിയേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ എന്റെ ആർട്ട് ഡയറക്ടറായ ബോബൻ ചേട്ടനോട് സ്പെഷ്യൽ മെൻഷൻ പറഞ്ഞു. അങ്ങനെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അദ്ദേഹം അത് ക്രിയേറ്റ് ചെയ്തത്. വേറെ സ്ഥലത്താണ് കോടതി നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ അതിന് ആരായാലും ഒരു റിയൽ കോട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ ആണത് പ്രസന്റ് ചെയ്തത്. അപ്പൊ ശരി, നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിരിക്കുന്നതാണ് സിനിമയിലേക്ക് വരാൻ. എന്ന് നമ്മൾ സിനിമയിൽ എത്തിയല്ലോ, നമുക്ക് നമ്മുടെ സിനിമയിൽ എത്തിക്കാൻ നമ്മളെ ഏറ്റവും ഹെൽപ്പ് ചെയ്തിരിക്കുന്ന ആരാണ്? ഒരു പേര് പറയാൻ പറഞ്ഞാൽ. എന്റെ പേര് എന്നല്ലോ, എന്റെ പേര് വേറെ ആരെ ഞാൻ പറയാ. അല്ല, എനിക്ക് അങ്ങനെ നമ്മളങ്ങനെ അച്ഛനും അങ്ങനെ അപ്പൂപ്പനൊന്നും അങ്ങനെ ആക്ടേഴ്സ് അല്ല. നമ്മള് തന്നെ നമ്മുടെ ആഗ്രഹപ്രകാരം നമ്മൾ ആഗ്രഹം നടന്ന് തന്നെ പറഞ്ഞ പോലെ ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഓഡീഷൻ ഒത്തിരി പോയിട്ടുണ്ട്. പിന്നെ എന്തോരം ഓഡീഷൻ എണ്ണാൻ പോലും പറ്റുന്നില്ല. പിന്നെ അതിന് പ്രശ്നം ഇവിടെ മലയാളം, ഹിന്ദി, തമിഴ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്താ കുഴപ്പം? മുട്ടിയല്ലേ ഡോർ തുറക്കുള്ളൂ, തുറക്കപ്പെടുന്ന പിന്നെ മുട്ടാതെ ഇങ്ങനെ നമ്മൾ നോക്കി ആര് ഡോർ തുറന്നേരല്ല. അപ്പൊ അതിന്റെ പ്രോസസ് അല്ലേ നേരത്തെ ചോദിച്ച പോലെ അതിന്റെ ഒരു ഭാഗമാണത്. നമുക്ക് നിരാശ തോന്നിയിട്ടുണ്ടോ? നിരാശയില്ല. നമ്മളാ ഒരു എന്താ പറയുക, നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തും എന്നുള്ളൊരു വിശ്വാസം വെച്ചുകൊണ്ടിരിക്കുമ്പോ അത് നിരാശയല്ല. അതൊരു ജേണിയാണ്, ഇതൊരു മൊത്തത്തിലൊരു ജേണിയാണ്. ഞാൻ ഇത്രയും വർഷം ചെയ്തു എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയുക, ഒരു നിരാശയില്ല, അതൊരു ലേണിംഗ് ആണ്. ചിലപ്പോൾ റിജക്ഷൻസ് ഒരു ലേണിംഗ് ആയിരിക്കും. ചിലപ്പോൾ അവിടെ നമ്മളെ നന്നാക്കാനുള്ള ഒരു അവസരം കൂടിയായിരിക്കും അവർ കാണിച്ചു തന്നത്. നീ ചെയ്തൊരു തെറ്റായിരിക്കും, നമ്മൾ വിചാരിക്കാൻ നമ്മളൊരു സാധനം നമ്മൾ കൊടുത്തതായിരിക്കും. പക്ഷെ ചിലപ്പോൾ അത് ബെറ്റർ ആക്കാൻ നമ്മൾ ഇനിയും ബെറ്റർ ആവണം അല്ലെ. നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച സ്ഥലത്ത് കിട്ടാതെ പോയ സംഭവങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ അല്ലെ? അതൊക്കെ ഒത്തിരി വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടാക്കിയ അവസരങ്ങളുണ്ട്, ഇല്ലെന്നില്ല, ഉണ്ടാക്കിയ അവസരങ്ങളുണ്ട് തീർച്ചയായിട്ടും. അപ്പൊ സൗഹൃദങ്ങളും അല്ലെങ്കിൽ അവരുടെ ഇടയിലുള്ള സംസാരത്തിൽ നമ്മളത് ഒരു പരിധി വരെ നമ്മളെ സമാധാനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ ഇനി മുന്നോട്ട് പോകണമല്ലോ. ഇത് പിടിച്ചുകൊണ്ടിരുന്നത് നമ്മളത് ആ ഒരു കാര്യം നമ്മൾ ഉള്ളിൽ പിടിച്ചുകൊണ്ടിരുന്നത് ഒരു പരിധി വരെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. എന്തും തുറന്ന് പറയാൻ പറ്റുന്ന ഒരാളുണ്ടാവുമല്ലോ നമ്മുടെ ജീവിതത്തിൽ. സുഹൃത്തുക്കളില്ലേ, അവരൊക്കെ എങ്ങനെയാണ് സപ്പോർട്ട്? അല്ല, അവരൊക്കെ ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു. അതാണ് പറഞ്ഞത്, അവരുടെയൊക്കെ ഒരു ഫീഡ്ബാക്ക് കിട്ടുമ്പോഴേ അവരൊക്കെ ഭയങ്കര ജെന്യുവൻലി ഇപ്പൊ കൊള്ളൂലേ എന്ന് പറയുന്ന നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവില്ല നമുക്ക് എല്ലാവർക്കും ഉള്ളവർ. അവരുടെ നിന്നൊക്കെ ഉള്ളൊരു അവരിപ്പോഴും ഇപ്പൊ ഈ ഇന്റർവ്യൂവിന് മുമ്പ് അവർ ഓരോരോ കാര്യങ്ങൾ ചോദിക്കാം, എത്ര മണിക്ക് അടുത്ത പരിപാടി എന്നൊക്കെ ചോദിച്ച് അവരത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അത് വലിയൊരു ഇതാണ്. അവർക്കും അവരുടെ വിജയമാണ് ശരിക്കും, എന്റെ വിജയമല്ലോ. നമ്മളെ ആ ഒരു അവസ്ഥയിൽ നമ്മളെ ഇമോഷണലി സഹായിച്ച സുഹൃത്തുക്കളുടെ വിജയമാണുള്ളത്. അവർക്ക് ഭയങ്കര ഹാപ്പിനെസ്. ഇപ്പൊ ഫാമിലിക്കായാലും അല്ലെങ്കിൽ വേറെ ഫ്രണ്ട്സിനായാലും പിന്നെ ഇൻഡസ്ട്രിയിനകത്തുള്ള സുഹൃത്തുക്കളും അല്ലെങ്കിൽ സംവിധായകരും നമ്മൾ അറിയുന്നവർ അവരെ നമ്മൾ വിളിച്ച് പറയുമ്പോഴും അവര് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു വിജയിച്ച പോലെയാണ് നിന്റെ ഒരു സംഭവം കയറി വരുമ്പോൾ, നല്ലൊരു സാധനം കയറി വരുമ്പോൾ. അപ്പൊ ഈ ജിത്തു ജോസഫ് എന്ന സംവിധാനത്തിലേക്ക് ശങ്കറിനെ എത്തിക്കുന്ന ആരാണ്? അല്ല, എന്റെ ഒരു പ്രൊഫൈൽ എനിക്ക് തോന്നുന്നു ഇവര് ശാന്തി ചേച്ചിയും ഷിജു ചേട്ടനുമാണ്, ശാന്തിയുടെ ഹസ്ബൻഡുമാണ് എന്റെ ഒരു സംഭവം കണ്ടത്. അപ്പൊ എന്റെ ഏതൊരു പെർഫോമൻസ് എന്തോ കണ്ടപ്പോൾ അവർ സാറിന്റെ അടുത്ത് കാണിക്കുകയും അങ്ങനെ ഒരു ദിവസം എനിക്കിങ്ങനെ സാറ് വിളിക്കുമെന്ന് പറഞ്ഞു ശാന്തി ചേച്ചി. ഒരു ദിവസം ഞാനൊരു വെബ് സീരീസ് ഷൂട്ടിലായിരുന്നു വേറെ ആലപ്പുഴയിൽ. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ എനിക്കൊരു വാട്സാപ്പിലൊരു സന്ദേശമാണ്, ജിത്തു സാറിന്റെ വോയിസ് ആണ്, ഞാൻ ജിത്തു ജോസഫ്, ഇങ്ങനെ അടുത്ത മാസം ഞാൻ തുടങ്ങാൻ പോകുന്ന മോഹൻലാൽ സാറിന്റെ പ്രൊജക്ടില് ഒരു പ്രധാന കഥാപാത്രമുണ്ട്, അത് ശീലൻ ശങ്കർ കേരളത്തിൽ. ഇല്ല, അതുകൊണ്ട് ഇങ്ങനെ കാറിന്റെ ബ്ലൂടൂത്തിലൊക്കെ കുത്തിയത് എല്ലാരും അടച്ചു വെച്ചിട്ട്. അപ്പൊ നമുക്കതൊരു ഇതാണല്ലോ, അത് നമ്മൾ സ്വപ്നം കാണുന്ന കാര്യങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ അത് സംഭവിക്കുകയാണ്. പിന്നെ സാറിന്റെ വീട്ടിൽ പോയി സാറും മാമും ഉണ്ട്, ലിൻഡ മാം ഉണ്ടായിരുന്നു സാറിന്റെ വൈഫ്, പിന്നെ ശാന്തി ചേച്ചി ഉണ്ടായിരുന്നു. അപ്പൊ അവരൊരുമിച്ചിരുന്ന് കഥ ചെയ്യും. പിന്നെ അങ്ങനെ തന്നെ സാറ് പറഞ്ഞു. ഈ കഥാപാത്രത്തിലേക്ക് മാറുമ്പോൾ ഒരു തയ്യാറെടുപ്പ് വേണമായിരുന്നു. ഈ കഥാപാത്രത്തിൽ മറ്റൊരു കഥാപാത്രമാണ്, ആ തയ്യാറെടുപ്പ് എങ്ങനെയായിരുന്നു? അല്ല, ഒരു പ്രോസസ്സാണ് നടന്നത്. ഉള്ളിൽ നമുക്കൊരു പ്രോസസ് ഉണ്ട്. പക്ഷെ അതിനേക്കാൾ മുമ്പ് ഞാൻ ഈ ഒരു ക്ലാരിറ്റിയും ഈ കഥ എന്താണ്, ഈ കഥാപാത്രം എന്താണ്, ഇവരെന്തൊക്കെ ചെയ്യും, ഇവരെങ്ങനെയൊക്കെ ചിന്തിക്കും എന്നുള്ളൊരു ക്ലാരിറ്റി ഇവരെനിക്ക് തന്നിട്ടുണ്ട് ഓൾറെഡി. ബാക്കിയുള്ളൊരു ഇന്റേണൽ പ്രോസസ്സ് അല്ലെങ്കിൽ സംഭവം വില്ലത്തരം കാണിക്കുന്നു. എന്നാ പെൺകുട്ടിയോട് ഉള്ള വില്ലത്തരം, പിന്നീട് വീണ്ടും പുറത്തു നിന്നിട്ട് വീണ്ടും ഭയപ്പെടുത്താൻ വേണ്ടി കുടുംബത്തോടുള്ള വില്ലത്തരം, അത് ഭയങ്കര മൈൻഡാണ് കേട്ടോ. ആ സീനുകളും ആ എക്സ്പ്രഷനും നമ്മളെയൊക്കെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ആ സംഭവങ്ങളായിരുന്നു. ഇതൊക്കെ നമ്മൾ കേട്ടുകേൾവിയുള്ളതാണ്, തീർച്ചയായിട്ടും നടക്കുന്നതാണ്, സമൂഹത്തിൽ നടക്കുന്നതാണ്. അതൊക്കെ വലിയ രീതിക്കാണ് ഹാൻഡിൽ ചെയ്തെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ. ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് വലിയ രീതിക്കാണ്. പിന്നെ കോടതിയിൽ നിൽക്കുമ്പോൾ ഒരു പാവത്താൻ അല്ലെ, അത് ഏത് കുറ്റം ചെയ്തവരും അങ്ങനെയാണ്. നമുക്കൊരു സ്വയം രക്ഷ, നമുക്കൊന്ന് രക്ഷപ്പെടണമല്ലോ. ആ ഒരു സാധനം കാണുമ്പോൾ നമുക്ക് അതെല്ലാം മുഖത്ത് കാണിക്കുന്നുണ്ടെന്നുള്ളതാണ്. അത്തരം എക്സ്പ്രഷൻ വർണ്ണങ്ങളാണ് ഏറ്റവും പാട് അല്ലെ. അഭിനയിക്കുന്ന എങ്ങനെ എക്സ്പ്രഷൻ വരുമ്പോഴാണ് അതിനകത്ത് കൂടുതലും വർക്കാവുന്നതെന്ന് എന്റെ ഒരു കാഴ്ചപ്പാടിൽ കണ്ടത് അല്ലെ. തീർച്ചയായിട്ടും ഇനിയൊരു യാത്ര എങ്ങനെയാണ്? ഇപ്പം സൂപ്പർ ഹിറ്റ് സിനിമയിൽ നിൽക്കുവാണ്, ഇത് ഭയങ്കര ഇരട്ടി മധുരം, ക്രിസ്മസും ന്യൂ ഇയറും നിങ്ങൾക്കാണ്. തീർച്ചയായിട്ടും അല്ലെ. ഇനിയൊരു യാത്ര എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? ഇനി നമ്മളെ വേറെ രീതിക്കാണ് ഇപ്പൊ കണ്ടിരിക്കുന്നത് അല്ലെ. പ്രേക്ഷകർ അന്ന് കണ്ട പ്രേക്ഷകരല്ല, ഇപ്പം ഇരട്ടി പ്രേക്ഷകർ കൂടി അല്ലെ. ഇനിയുള്ള യാത്ര എന്താണ് ചിന്തിക്കുന്നത്? ഈ പറഞ്ഞ പ്രേക്ഷകരെ സംതൃപ്തിപ്പെടുത്താൻ അല്ലെങ്കിൽ സർപ്രൈസ് ചെയ്യിപ്പിക്കാൻ എന്നുള്ള കാര്യമുണ്ടല്ലോ. ഇപ്പൊ എനിക്ക് ഒന്ന് മുമ്പത്തെ സിനിമയോട് വെച്ച് ഈ സിനിമ കണ്ടപ്പോൾ ഞാൻ ആരുടെ പറഞ്ഞില്ല ഇങ്ങനത്തെ ഒരു കഥാപാത്രമാണ്.
അപ്പൊ അവര് ആ ഒരു റിസപ്ഷൻ കിട്ടിയപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നമ്മളൊരു വേറിട്ടൊരു കഥ നമ്മൾ ചെയ്യാത്തൊരു ശൈലിയിൽ ചെയ്തു, ചെയ്യാത്ത ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാതെ വേറൊരു സംഭവമൊക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ, അങ്ങനെയൊക്കെ ഒരു ജേണി ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിലല്ല ഒന്നുമല്ല. ഇതെങ്ങനെയാ പോകുന്നത്, ഇതിന്റെ ജേണി എങ്ങനെയാ, അതാണ് ഇതിന്റെ ഒരു മിസ്റ്ററി, എങ്ങനെയാ പോകുന്നത്. പക്ഷെ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് വൃത്തിയായിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് എഫേർട്ടും ഡെഡിക്കേഷനും കൊടുത്ത് ചെയ്യുക എന്നുള്ള ഒരു കടമയാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്. കുറച്ചു മുമ്പ് അനശ്വരയുടെ ഫാനാന്ന് പറഞ്ഞു. അനശ്വരയുടെ ഫാനാണ് തീർച്ചയായിട്ടും. അല്ലേ? ഞാൻ അനശ്വര സാറ എന്ന കഥാപാത്രം പെർഫോം ചെയ്യുമ്പോൾ ഞാൻ കണ്ടതാണ്, പിന്നെ അത് അനുഭവപ്പെട്ടു. അദ്ദേഹത്തിന്റെ പെർഫോമൻസ് പുള്ളിക്കാരി വളരെ ഗംഭീരമാണ്. അനശ്വര സിനിമകൾ ഒരു കുട്ടിത്തമുള്ള സിനിമകളൊക്കെ ആയിരുന്നു. എല്ലാ സിനിമകളും നോക്കുക, എല്ലാത്തിനും മെച്ചമായി ചെയ്തു. പക്ഷെ ഇത് വേറൊരു രീതിക്കാണ് ചെയ്തത്. അത് എനിക്ക് ഭയങ്കര റെസ്പെക്ട് ഉണ്ട്. ഈ ജഗദീഷ് ഏട്ടൻ, സിദ്ദീഖ് ഏട്ടൻ, നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇവർ രണ്ടുപേരും ഒരു കഥാപാത്രം രണ്ട് രീതിക്ക് പോകുന്നു അല്ലെ? അതൊക്കെ എങ്ങനെ വാച്ച് ചെയ്തു വരുന്നു ഷൂട്ടിംഗ് സമയത്തൊക്കെ? ഇവരുടെ കഥാപാത്രത്തിന്റെ കൂടെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്ററാക്ഷൻസ് ഉണ്ടായത് ജഗദീഷ് ഏട്ടന്റെ കൂടെയാണ്. എനിക്ക് തോന്നുന്നു ത്രൂ ഔട്ട് കുറെ അദ്ദേഹത്തിന്റെ ഒപ്പം കുറെ സംസാരിക്കാൻ പറ്റി. അദ്ദേഹത്തിന്റെ പഴയ പേഴ്സണൽ പഴയ കഥകളും അല്ലെങ്കിൽ പഴയ ലൊക്കേഷൻ വിശേഷങ്ങളും, അദ്ദേഹം ശ്രീനി സാറുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ സൗഹൃദ കഥകളും, അങ്ങനെ തന്നെ പുറത്ത് വിദേശ യാത്രകളെ കുറിച്ചും. അപ്പൊ അതൊക്കെ മലയാള സിനിമയുടെ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ ആണല്ലോ. ഇവര് വിറ്റ്നസ് ചെയ്തേക്കുന്ന അത്രയും വലിയ എത്ര സിനിമകളാണ് ഇവർ വർക്ക് ചെയ്യുന്നത്, എത്ര സംവിധായകരുടെ, എത്ര നടന്മാരുടെ കൂടെ കണ്ട ആൾക്കാരാണ്. അപ്പൊ ഇവരുടെ ഒരു യാത്രയുടെ കുറെ ഭാഗങ്ങൾ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ അറിയാതെ നമ്മൾ ജനിക്കാതെ മുമ്പ് നടന്ന കുറെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പൊ നമുക്കതൊരു ലേണിംഗ് ആണ്. പല എങ്ങനെ വേണം എന്നുള്ള കാര്യങ്ങളും, പല തിരുത്തലുകളും നല്ല കാര്യങ്ങളും എല്ലാം ഇവര് നമുക്ക് പറഞ്ഞുതരും. അത്രയും ഒരു കെയർ ചെയ്തിട്ടാണ് നമ്മളെടുത്ത് ഒരു സംസാരിക്കുന്നത്. അപ്പൊ അതൊക്കെ നമുക്കൊരു വലിയ മൂവ്മെന്റ് ആണ്. നമ്മൾ ഇത്രയും സ്ക്രീനിൽ നമ്മൾ ഇത്രയും അതിശയപ്പെടുത്തി എത്രയും വലിയ ആക്ടേഴ്സ് നമ്മളോട് പെർഫോം ചെയ്യുക, അവർ നമുക്ക് നല്ല ഉപദേശങ്ങൾ തരാം, നമ്മളുടെ കാര്യങ്ങളൊക്കെ അവർ നോക്കുക എന്നൊക്കെ പറയുമ്പോൾ, നമ്മളുടെ പെർഫോമൻസിന് അവർ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും തിരുത്തൽ വേണമെങ്കിൽ തിരുത്തൽ എന്ന് പറയുമ്പോൾ നമുക്കതൊരു എന്താ പറയുക, നല്ലൊരു ഹാപ്പി മൂവ്മെന്റ് ആണ്. അപ്പോൾ ഭയങ്കര ഇവരുടെ സപ്പോർട്ട് ഭയങ്കര വലിയൊരു വാല്യുബിൾ കാര്യം തന്നെയാണ്. ഗണേഷ് സാറിന്റെ പേര് എടുത്തു പറയണം. അദ്ദേഹം ഗംഭീര കഥാപാത്രം. ഏറ്റവും ഭയങ്കര അധികം ചർച്ച ചെയ്യുന്നത് ഗണേഷ് സാറിന്റെ ഒരു കാര്യം. പിന്നെ ജഡ്ജായിട്ട് അഭിനയിച്ച അദ്ദേഹം സൂപ്പറായിട്ട് അദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഭയങ്കര ഒരു ഭാഗ്യമാണ് ഇത്രയും നല്ലൊരു കാസ്റ്റിന്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചത്. വേറെ സിനിമാ പ്രൊജക്ടുകൾ വേറെ ഉണ്ട്. ഇപ്പൊ ചെയ്തൊരു വെബ് സീരീസ് ഇറങ്ങാനുണ്ട്, ഒരു ഹിന്ദി സിനിമ ഇറങ്ങുന്നുണ്ട്. പിന്നെ കുറച്ച് ഹിന്ദിയിലൊക്കെ ഇത് ചെയ്ത് അറിയില്ല എന്ന് പറയാം. ഹിന്ദി അല്ല, അങ്ങനെ എത്തണമല്ലോ നമ്മള്. നമ്മുടെ ഒരു വളർച്ചയാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു അനിയൻ അല്ലെങ്കിൽ നമ്മുടെ ജ്യേഷ്ഠൻ, നമ്മുടെ ഒരു കൂടപ്പിറപ്പ് വളരുമ്പോഴല്ലോ നമുക്കൊക്കെ ഇഷ്ടം. നമുക്കും അഭിമാനത്തോട് പറയാൻ കഴിയുള്ളൂ. ആ നിലയിലേക്ക് എത്തണം ശങ്കർ. തീർച്ചയായിട്ടും ആ നിലയിലേക്ക് എത്തണമെന്നാണ്. പക്ഷെ നല്ലൊരു ടീമിന്റെ കൂടെ സൂപ്പർ ഹിറ്റായ സിനിമയിലേക്ക് ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ഇനിയും തുടരണം. ഇത്ര നല്ല കഥാപാത്രം എന്ത് കിട്ടിയാലും അത് സ്വീകരിക്കുക, മനസ്സോടെ സ്വീകരിക്കുക. അത് നമുക്ക് കഴിയുന്ന പെർഫോമൻസ് പ്രേക്ഷകർക്ക് കൊടുക്കുക. അത്തരം ഒരു നിലയിലേക്ക് എത്തണം. ഒത്തിരി സന്തോഷം. മൈക്കിൾ എന്ന കഥാപാത്രം ഞാൻ ഇരുകൈ നീട്ടി സ്വീകരിച്ചിരിക്കുന്നു. ശങ്കർ എന്ന അനുജനെ ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു.